രണ്ടത്താണിയായാലും മൂന്നത്താണിയായാലും, മൂന്നല്ല നാലായാലും മനുഷ്യരെ ആശിപ്പിക്കുന്നതിന് ഒരു അതിര് വേണം. ഞങ്ങൾക്ക് മലപ്പുറത്ത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് ശരിയാ. മലപ്പുറത്ത് മാത്രമല്ലെന്നേ, തൊട്ടടുത്ത ജില്ലയിലൊക്കെ ആ പ്രശ്നമുണ്ട്. ഞങ്ങൾ ചില ഹോട്ടൽ വ്യവസായികളെയൊക്കെ ചാക്കിട്ട് പിടിച്ച പലയിടത്തും മത്സരിപ്പിക്കുന്നത്. സംഗതിയൊക്കെ ശരിയാ. പക്ഷെ മലപ്പുറത്ത് താനൂരില് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലൊരാളെ കൈവാക്കിന് കിട്ടിയപ്പോഴ് ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചു പോയി, ആശിച്ചു, മനസ്സിലൊരു സ്വപ്നം വിരിഞ്ഞതാ. പക്ഷെ എന്താ പറ്റിയത്? മുട്ടനാടിന് പിന്നാലെ നടന്ന ഒരു കുറുക്കന്റെ കഥയുണ്ടല്ലോ, അവസാനം അതുപോലെ ആയിപ്പോയി. ചൊവ്വാഴ്ചയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ സാദിഖ് അലി ശിഹാബ് തങ്ങള് പ്രഖ്യാപിച്ചത്. സത്യം പറഞ്ഞാല് ലീഗിന്റെ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു ലിസ്റ്റ് പട്ടിക എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. 2 സ്ത്രീകള്, അതിലൊരാൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളല്ല, പുറത്തുനിന്നുള്ള ഒരാളാണ്. മറ്റൊരു പെൺകുട്ടി. അവര് ലീഗിന്റെ നേതാക്കളെ തന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല ചെറുപ്പക്കാർ, 40% ആളുകൾ ചെറുപ്പക്കാരാ. പഴയ നേതാക്കൾ ചിലരൊക്കെ ഉണ്ടെങ്കിലും കുറെ ആളുകളെ കൊണ്ട് മാറ്റി നിർത്തി. MK മുനീർ അടക്കം. മുനീറിന് ആരോഗ്യ പ്രശ്നമാണ്, അത് വേറെ കാര്യം. അപ്പൊ 40% ചെറുപ്പക്കാരാ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ഒന്നാം തരം തട്ടുപൊളിപ്പൻ ലിസ്റ്റാണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങള് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചത്. അത് പലരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. ഈ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ, അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ മാരത്തൺ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചു എന്നാണ് കേട്ടത്. അത്തരത്തിലൊരു ലിസ്റ്റാ പുറത്തു വന്നത്. പക്ഷെ തിരൂരങ്ങാടി സീറ്റില് നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. മോശക്കാരനൊന്നുമല്ല രണ്ടത്താണി, നല്ല ഒന്നാന്തര MLA ആയിരുന്നു കേട്ടോ. നിയമസഭയില് ലീഗിന് വേണ്ടി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. അതുതന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. പക്ഷെ സീറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ PMA സമീറിനാണ് തിരൂരങ്ങാടി സീറ്റ് കൊടുത്തത്. ഈ സമീർ എന്ന് പറഞ്ഞ ആളും ചില്ലറക്കാരനൊന്നുമില്ല കേട്ടോ. ലീഗിന്റെ ചന്ദ്രിക ദിനപത്രം, അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ഫൈനാൻഷ്യൽ കൺട്രോളറാ. ലീഗ് ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കുറെ വീടുകൾ വെച്ചു കൊടുത്തു. അതിന്റെ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ചുമതല കോർഡിനേറ്റർ ഇദ്ദേഹമായിരുന്നു. മറ്റു പല പദവികളും വഹിച്ചിട്ടുള്ള ഒരു മിടുക്കനായ ചെറുപ്പക്കാരനായ നേതാവാണ്. അദ്ദേഹത്തിനാണ് സീറ്റ് കൊടുത്തത്. അത് രണ്ടത്താണിയെ ഇപ്പം വിഷമിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സമീറിന് സീറ്റ് കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ രണ്ടത്താണി എന്ത് ചെയ്തു? ചൊവ്വാഴ്ച വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങിട്ടു. ആ പോസ്റ്റില് നമ്മുടെ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു താങ്ങിയിരുന്നു. അതായത് അദ്ദേഹം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, മുൻ അധ്യക്ഷൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും കുറിച്ചു. ആ പോസ്റ്റ് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഉടനെ അത് പിൻവലിച്ചിട്ട് മറ്റൊരു പോസ്റ്റ് ഇട്ടു, തിരുത്തൽ പോസ്റ്റ്. ബുധനാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് അതും പിൻവലിച്ചു. മൂന്നാമതൊരു പോസ്റ്റ്, അതില് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിക്കാണ് ഒരു പണി കൊടുത്തിരുന്നത്. അതായത് സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നില് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സ്വാധീനിച്ച ചില പ്രമുഖരാണെന്ന്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സ്വാധീനിക്കാൻ ഹിന്ദിപ്പ ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അല്ലാതെ വേറൊരാരുമില്ല. അത് പക്ഷെ വാസ്തവമാണെന്നില്ല. പറഞ്ഞോളൂ, ഈ സമീർ എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി ആണല്ലോ മലപ്പുറത്തെ. ലീഗിന്റെ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാല് മറ്റു ജില്ലകളിലെ സെക്രട്ടറിമാരെ പോലില്ല. അതൊരു 1.5 സെക്രട്ടറിയാ. വേണമെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ തൊട്ട് താഴെയാണെന്ന് പറയാം. കാരണം ജില്ല മലപ്പുറമാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അതിനിപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വാധീനമൊന്നും വേണമെന്നില്ല, സ്വാധീനം ഉണ്ടായി കാണാം. അങ്ങനെ മൂന്നാമതൊരു പോസ്റ്റ് കൂടി വന്നപ്പോഴേക്ക് CPM മനം കൊളുത്തു. നമുക്ക് പറ്റിയൊരു ഇരയെ കിട്ടിയിരിക്കുകയാണ് എന്നവരങ്ങ് തീരുമാനിച്ചു. പെട്ടെന്ന് പാർട്ടിയുടെ വിശ്വസ്തന്മാര് രണ്ടത്താണിയുമായിട്ടൊരു പാലം തീർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ചില സഞ്ചാരങ്ങളൊക്കെ നടത്തി. ചില പരസ്യ പ്രസ്താവനകളൊക്കെ വന്നു. രണ്ടത്താണി തൊട്ടും തൊടാതെയും വേണമെങ്കിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയാകും എന്ന മട്ടില് ചില പ്രസ്താവനകൾ നടത്തി. ഉടനെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മുടെ വിജയരാഘവൻ അദ്ദേഹം രംഗത്ത് വരുന്നു. രണ്ടത്താണിയെ വാനോളം പുകഴ്ത്തുന്നു. ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ സീറ്റ് കൊടുക്കാമെന്നുള്ള ഒരു സൂചന നൽകുന്നു. അങ്ങനെ കഴിഞ്ഞ പകൽ വളരെ സംഭവ ബഹുലമായിരുന്നു. ചാനലുകളൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. ലീഗിൽ പൊട്ടിത്തെറി, മലപ്പുറത്ത് പൊട്ടിത്തെറി. ഇതാ അബ്ദുറഹ്മാൻ രണ്ടത്താണി LDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ടെലിവിഷൻ ചാനലുകളിൽ അങ്ങനെ വാർത്തകൾ നിറഞ്ഞു. സത്യം പറഞ്ഞാൽ CPM വലിയ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. പറഞ്ഞല്ലോ, താനൂര് പോലെയുള്ള സീറ്റിലൊക്കെ ആളെ കിട്ടാതെ വിഷമിക്കുക. അവിടെ നമ്മൾ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥിയായതാ. അദ്ദേഹം പിണങ്ങി നിൽക്കുക, അവിടെ മത്സരിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴല്ലേ രണ്ടത്താണി വരുന്നത്. ഞങ്ങൾക്ക് വേറെയും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, ഇവരെയൊക്കെ മുൻനിർത്തി UDF ഭയങ്കര പെരുമ്പറ കൊട്ടല് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേ ഭയങ്കര നാണം കേടായിരുന്നു. ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങ് ഭൂമിയോളം അങ്ങ് താണു പോകുന്ന ഒരവസ്ഥ.
ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് രണ്ടത്താണിയെ കിട്ടിയാല് അവരുടെ പെരുമ്പറ കൊട്ടലിനെതിരായിട്ട് ഒരു ഒറ്റച്ചെണ്ടയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതാണ്. ഈ പകല് മുഴുവൻ അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷെ സന്ധ്യയായപ്പോഴത്തേക്ക് പാണക്കാട് ഒന്ന് വിളി വന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നു ചർച്ചകൾ നടന്നു. അവസാനം അനുനയത്തിന് വഴങ്ങി. മുട്ടനാടിനെ പിടിച്ച് പാണക്കാടെ തൊഴുത്തിലോട്ട് കെട്ടി. ഗേറ്റിന് പുറത്ത് കാത്തുനിന്ന കുറുക്കൻ നിരാശനായിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇന്നലെ പകലിലെ ഈ പ്രസ്താവനകൾക്കിടയില് നമ്മുടെ രണ്ടത്താണി സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. അദ്ദേഹം ചോദിച്ചു, ചേട്ടാ, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരിൽ ആർക്കാണ് പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്തത്? അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ഏത് രാഷ്ട്രീയക്കാരനാണ് MLA-യോ MP-യോ മന്ത്രിയോ ഒക്കെ ആകണമെന്ന് ആഗ്രഹമില്ലാത്തത്? അതുപോലെ ഒരാളാണ് ഞാനും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമല്ലയോ? നമ്മളിപ്പോ CPM-ന്റെ കഥയൊന്നും നോക്കി. എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് CPM-കാർക്ക് ഈ പാർലമെന്ററി വ്യാമോഹം ഇല്ലെന്ന. CPM-ന്റെ നിഘണ്ടു വെച്ച് നോക്കിയാല് പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു വലിയ കുറ്റമാണ് ഈ പാർലമെന്ററി വ്യാമോഹം വെച്ചു പുലർത്തുക എന്നുള്ളത്. പാർട്ടിക്കാരൊക്കെ ഇക്കാര്യത്തിൽ ആശയടക്കം വരുത്തിയവരാണെന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് MLA ആകാൻ ആഗ്രഹം വരത്തില്ല, MP ആകാൻ ആഗ്രഹം വരത്തില്ല, മന്ത്രിയാകാൻ ആഗ്രഹം വരത്തില്ല, പാർട്ടി പദവികളിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവില്ല. അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ നമുക്കറിയാം, പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് MLA-മാരാകും, MP-മാരാകും, മന്ത്രിമാരാകും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്കുണ്ടായ പാർലമെന്ററി വ്യാമോഹം ഭർത്താവിനെയൊക്കെ പകർന്നിരിക്കുന്നു. നമ്മുടെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള, അവർക്ക് തളിപ്പറമ്പിൽ മത്സരിച്ചാൽ കൊള്ളാവുന്നൊരു മോഹം, വ്യാമോഹം, ആഗ്രഹമല്ല, ഇതിനെ നമ്മൾ വ്യാമോഹം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു മോഹം ഉണ്ടായി. അത് നമ്മുടെ പാർട്ടി സെക്രട്ടറിക്കും പിടിച്ചു. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ശ്രമിച്ചപ്പോൾ ശ്യാമള ചേച്ചിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നു. പക്ഷെ അപ്പോഴാണ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മാത്രമല്ല ഈ വ്യാമോഹം എന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. 19 വർഷം പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ ആർക്കും ഈ പദവികളൊക്കെ മോഹിക്കാവുന്നതേ ഉള്ളൂ. പയ്യന്നൂർ എന്താ സംഭവിച്ചത്? അവിടെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്ത കേസിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പാർലമെന്ററി വ്യാമോഹം പാർട്ടി നേതാക്കൾ വകവെച്ചു കൊടുക്കുന്നു എന്നായപ്പോഴാണ് അവിടെ എതിർപ്പ് വരുന്നത്. അപ്പൊ ആരും അങ്ങനെ ഈ വ്യാമോഹങ്ങളിൽ നിന്ന്, പാർലമെന്ററി വ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാണെന്ന് പറയാൻ പറ്റത്തില്ല. BJP-യുടെ കാര്യം എടുത്തോളൂ. നമുക്കറിയാം, ഇപ്പൊ അത് 15-20% വരെ വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായിട്ട് വളർന്നിട്ടുണ്ട്. ആ ലെവലിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒന്നുമല്ല. രാജഗോപാല്, KG മാരാർ എന്നിവർ തുടങ്ങി നമ്മുടെ സുരേന്ദ്രൻ വരെയുള്ള ആളുകൾ, K സുരേന്ദ്രൻ വരെയുള്ള സംസ്ഥാന നേതാക്കള്, പ്രസിഡന്റുമാര്, ഇവര് പണിയെടുത്താണ് ഈ പാർട്ടിക്ക് ഇത്രയും അടിത്തറയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കി. അദ്ദേഹത്തോടൊപ്പം കുറെ ശിങ്കിടികളും ഡൽഹിയിൽ നിന്നൊക്കെ വന്നവരാ. ഇവരാണ് ഇപ്പൊ പാർട്ടി നടത്തുന്നത്. അവരുടെ ആ പാർട്ടിയുടെ ചരടുകള്. അപ്പൊ എന്തായി? കാലാകാലങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർക്ക് സീറ്റില്ല. അവരുടെ പാർലമെന്ററി വ്യാമോഹങ്ങൾക്ക് ഒരു വിലയുമില്ല. നമ്മുടെ കുമ്മനം രാജശേഖരൻ, MD രമേശ്, PS ശ്രീധരൻപിള്ള, B ഗോപാലകൃഷ്ണൻ, അങ്ങനെ പലര്, അവർക്ക് ആർക്കും സീറ്റില്ല. ഇപ്പൊ പാർട്ടിയിലെ കേൾക്കുന്ന വർത്തമാനം എന്താണെന്ന് ചോദിച്ചാല്, K സുരേന്ദ്രനോട് താല്പര്യമുള്ള ജില്ലാ പ്രസിഡന്റുമാരുള്ള ജില്ലകളില് ഘടകകക്ഷികൾക്ക് സീറ്റുകൾ അങ്ങനെ വാരിക്കോരി കൊടുക്കുക. രാജീവ് ചന്ദ്രശേഖരനോട് ബന്ധമുള്ള ജില്ലാ പ്രസിഡന്റുമാരാണെങ്കിൽ അവിടെയുള്ള സീറ്റുകളിലെ പാർട്ടി സ്ഥാനാർത്ഥികൾ. ഈ രീതിയിലാണ് വീതവെക്കുന്ന ഈ പാർലമെന്ററി വ്യാമോഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. BJP-ക്ക് വളരെ താല്പര്യമുള്ള ചില മണ്ഡലങ്ങൾ, കൊടുങ്ങല്ലൂര്, ആറന്മുള, റാന്നി, ഇതൊക്കെ 2020-ക്ക് കൊടുത്തെന്നാ പറയുന്നത്. 2020 എന്ന് പറഞ്ഞാൽ നസ്രാണികളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ BJP-ക്ക് നല്ല പേരോട്ടമുള്ള ചില മണ്ഡലങ്ങൾ BDJS-ന് കൊടുത്തിരിക്കുക. ഇതെല്ലാം ഒരു കളിയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ എതിർ വിഭാഗം പറയുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാർലമെന്ററി വ്യാമോഹമാണ്, അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് BJP-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലാണ് ഈ വ്യാമോഹം ഇങ്ങനെ അണപൊട്ടി ഒഴുകിയിരിക്കുന്നത്. അവിടുത്തെ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. 95 സീറ്റാ ഉള്ളത്. 95 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഘടാഘടിയൻ വർക്കാകട്ടോ. തർക്കം കൂടാതെ തീർക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിൽ മാത്രം പാർലമെന്ററി വ്യാമോഹം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 95 സീറ്റിലും വ്യാമോഹക്കാരങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പം ചെറിയ കാര്യമല്ല ഇത് കുഴപ്പം കൂടാതെ തീർക്കുക എന്നുള്ളത്. നമ്മുടെ സതീശനും കൂട്ടിലൊക്കെ നേരത്തെ എന്താ പറഞ്ഞത്? പുതിയ യാത്ര തുടങ്ങുമ്പോൾ ആദ്യത്തെ ലിസ്റ്റ് ഞങ്ങൾ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം അടുത്ത ലിസ്റ്റ്. അപ്പൊ 95 സീറ്റിലും സ്ഥാനാർത്ഥികളാകും. അങ്ങനെ പറഞ്ഞിരുന്നത്. അണികൾ ഇതങ്ങ് വിശ്വസിച്ചു. അതായത് കോൺഗ്രസിന്റെ DNA-യില് ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള കട്ടിപ്പിട്ടി പണ്ടേ ഉള്ളതാണ്. അതൊരിക്കലും മാറുമെന്ന് ആരും കരുതല്ല. പക്ഷെ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിച്ചതാ. കാരണം ഇത്തവണ എങ്ങനെയെങ്കിലും ജയിക്കണം. പിണറായി വിജയന്റെ 3ാം ഭരണം വരരുത്. അത് പാർട്ടിക്ക് നല്ലതല്ല, സംസ്ഥാനത്തിന് നല്ലതല്ല. അതുകൊണ്ട് അണികൾ സ്ഥാനാർത്ഥികളെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു.
പക്ഷെ ചില മാപ്പറകൾ പറഞ്ഞ കഴിഞ്ഞ 10 ദിവസമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടും അവസാന പട്ടിക ഇന്ന്, അതായത് വ്യാഴാഴ്ച 2:30 വരെ ആയിട്ടില്ലെന്ന. കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ മാത്രമല്ല ഈ പാർലമെന്ററി വ്യാമോഹം. പാർലമെന്റിൽ അംഗങ്ങളായിരിക്കുന്നവർക്കും ഈ വ്യാമോഹം ഉണ്ടത്രേ. ചില MP-മാർക്ക് മത്സരിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കാരണം UDF അധികാരത്തിൽ വരുമെന്നൊരു തോന്നലുണ്ട് എല്ലാവർക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയാവാം, ആഭ്യന്തരമന്ത്രിയാവാം, അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയാവാം. ഇത്തരത്തിലുള്ള മോഹങ്ങളാ. ഇവിടെ കൈരും കുത്തി 100 കണക്കിന് ആളുകൾ സീറ്റിന് വേണ്ടി നിൽക്കുമ്പോഴാണ് 2 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ച് ലോക്സഭയിൽ പോയ ആളുകൾക്ക് ഇപ്പം നിയമസഭയിൽ മത്സരിക്കണമെന്ന്. എന്ത് ചെയ്യുമെന്ന് പറ. സത്യം പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് ഒരു നയപരമായ തീരുമാനം നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അസമില് കോൺഗ്രസ് MP ആയ ഗൗരവ് ഗൊഗോയിക്ക് മത്സരിക്കാൻ അനുവാദം കൊടുത്തു. വെറും MP അല്ല, രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഡെപ്യൂട്ടി ലീഡറാ. അദ്ദേഹത്തിന് അസമിൽ മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സുധാകരനും പ്രകാശനും ഒക്കെ ഇവിടെ മത്സരിച്ചുകൂടാ? ചോദ്യം ന്യായമല്ലയോ? അതൊരു എക്സെപ്ഷൻ ആണെന്നും നമ്മുടെ പൊതു തീരുമാനം ഇതാണെന്നും ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ എന്താ, കാഴ്ചശക്തി ലേശം കമ്മിയായവർക്ക്, നടക്കാൻ വയ്യാത്തവർക്ക്, ഇവർക്കെല്ലാം ഇപ്പം മത്സരിക്കണം. 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഈ വ്യാഴാഴ്ച പുലർച്ചെ തീരുമാനിക്കാനുള്ളത്. എന്നിട്ടും അതിൽപ്പെട്ട കഴക്കൂട്ടത്തെ ഒരു നിയുക്തൻ, അദ്ദേഹം ഈ ലിസ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തില് റോഡ് ഷോ നടത്തി. നിരാശയിലാണ്ടുപോയത് സാധാരണ പ്രവർത്തകരും പൊതുജനങ്ങളുമാ. ഇത്തവണ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു കോൺഗ്രസിന്റെ അണികൾ. പ്രചരണത്തിനാണെങ്കിൽ സമയം വളരെ കുറവാണ്. 1-2 ദിവസങ്ങൾ റംസാന് പോകും, 4 ദിവസം ഹോളി വീക്കാണ്, പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ. അങ്ങനെ സമയം വളരെ കമ്മിയാണ്. എന്നിട്ടും സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് രംഗത്ത് വരുന്നില്ല. വണ്ടിയും വെള്ളവും ഒക്കെ ആയിട്ട് റോഡ് ഷോ നടത്താൻ കാത്തിരിക്കുകയാണ്, റെഡിയായിട്ട് നിൽക്കുകയാണ് പ്രവർത്തകര്. പക്ഷെ സ്ഥാനാർത്ഥികൾ വേണ്ടേ? അതില്ലാതെ പറ്റത്തില്ലല്ലോ. പൊതുജനങ്ങളുടെ കാര്യം അതുപോലെ. ഇത്തവണ എങ്ങനെയെങ്കിലും UDF-ന് വോട്ട് ചെയ്ത് ഈ പിണറായി ഭരണത്തെ ഒന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിച്ചതാ, വല്ലാതെ ആഗ്രഹിച്ചതാ. പക്ഷെ സ്ഥാനാർത്ഥി വേണ്ടായോ? സ്ഥാനാർത്ഥി വരും, പക്ഷെ ഈ പട്ടിക വൈകിയത് UDF-ന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല.